ആദ്യം തന്നെ തിളച്ച എണ്ണയിലോട്ട് കടുകും ഉലുവയും ഇട്ട് കൊടുക്കുക. നന്നായിട്ടൊന്ന് പൊട്ടിയതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളി കുറച്ച് കറിവേപ്പില ഇട്ട് നന്നായിട്ട് ഇളക്കുക. അതിനുശേഷം തീ വളരെ കുറച്ച് വെച്ചിട്ടോ അല്ലെങ്കിൽ സ്റ്റൗ ഓഫ് ചെയ്തതിന് ശേഷമോ മഞ്ഞൾപ്പൊടി, മുളക് പൊടി എന്നിവ ഇട്ട് കൊടുക്കുക. അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറുന്നവരെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. നമുക്കറിയാൻ പറ്റും അതിൻ്റെ ആ ഒരു പച്ചമണം മാറുന്നത്. അത് മാറുന്നവരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഈ സമയത്ത് തീ വളരെ കുറച്ച് വയ്ക്കാൻ ശ്രദ്ധിക്കുക. അതിന് ശേഷം നമ്മൾ കുടംപുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ആ വെള്ളവും ആ കുടംപുളിയും കൂടെ നമ്മൾ അതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുക. പ്രത്യേകം നമ്മളൊന്ന് ശ്രദ്ധിക്കണം, അത് കുടംപുളി കൂടി പോകാതിരിക്കാൻ, അല്ലെങ്കിൽ അതിൻ്റെ ഒരു പുളി എടുത്ത് നിൽക്കും. എന്നിട്ട് അത് നന്നായിട്ടൊന്ന് യോജിപ്പിക്കുക. എല്ലാം നന്നായി ഒന്ന് യോജിപ്പിച്ചതിന് ശേഷം അതൊന്ന് തിളയ്ക്കാൻ വയ്ക്കുക. ആ സമയത്ത് തന്നെ അതിലേക്ക് ആവശ്യത്തിനായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് അതെല്ലാം നന്നായിട്ടൊന്ന് യോജിപ്പിച്ചതിന് ശേഷം ഇപ്പോൾ കറി നല്ലൊരു തിക്നെസ്സിലൊക്കെ വന്നിട്ടുണ്ട്. അതൊന്ന് തിളയ്ക്കാൻ വയ്ക്കുക കുറച്ച് നേരം. അപ്പോൾ അതിൻ്റെ എണ്ണയൊക്കെ ഇതുപോലെ ഒന്ന് മാറി അത് വേറിട്ട് വരാൻ തുടങ്ങും, നല്ല തിളയൊക്കെ വരാൻ തുടങ്ങും. ഈ സമയത്ത് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് തിളച്ച വെള്ളം ഒഴിക്കാൻ ശ്രദ്ധിക്കുക. തണുത്ത വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു രുചി കിട്ടില്ല. നമ്മൾ മസാലയെല്ലാം അതെല്ലാം ഇതിലൊന്ന് പിടിക്കണമെങ്കിൽ തിളച്ച വെള്ളം തന്നെയാണ്, അല്ലെങ്കിൽ നല്ല ചൂടുള്ള വെള്ളം തന്നെയാണ് നല്ലത്. എന്നിട്ട് അത് നന്നായിട്ടൊന്ന് തിളച്ചിങ്ങനെ പൊങ്ങി വരുമ്പോൾ എണ്ണയൊക്കെ മാറി ഇങ്ങനെ നന്നായിട്ട് തിളച്ച് വരുമ്പോൾ നമുക്ക് അതിനകത്തോട്ട് മീൻ കഷ്ണങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ പൊമ്പാനോ മീനാണ് ഇട്ട് കൊടുത്തേക്കുന്നത്. നമുക്ക് ഏത് മീൻ വേണമെങ്കിലും ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം. ഇതിൽ നമുക്ക് പ്രത്യേകം വേറെ ഒരു ഇൻഗ്രീഡിയൻസ് ഒന്നും ആവശ്യമില്ല. നമ്മളിതിനകത്ത് ചെറിയ ഉള്ളി ഒന്നും തന്നെ ആഡ് ചെയ്യുന്നില്ല. ഇത് വളരെ എളുപ്പത്തിൽ വീട്ടിൽ നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഡിഷാണ്. ഏറ്റവും അവസാനം നമ്മളതിലേക്ക് പച്ച വെളിച്ചെണ്ണയും ഉലുവാപ്പൊടിയും കറിവേപ്പിലയും കൂടെ ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ സ്പെഷ്യൽ മീൻകറി റെഡി. ഇത് നമ്മൾ ഫ്രിഡ്ജിൽ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല, നമ്മൾ പുറത്ത് വെച്ചത് തന്നെ മതി. പക്ഷേ എല്ലാ ദിവസവും രാവിലെ നമ്മളതൊന്ന് ചൂടാക്കാൻ ശ്രദ്ധിക്കണം.